ഇന്ന് വിശുദ്ധ ഹജ്ജിന്റെ പരമപ്രധാനമായ ചടങ്ങായ അറഫ സംഗമമാണ്. ഹജ്ജിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഹാജിമാരും ഇന്ന് ഉച്ചയോടെ അറഫ മൈതാനിയിൽ സംഗമിക്കും. ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹജ്ജിൽ പങ്കെടുക്കാത്ത മുസ്ലിങ്ങൾ ഇന്ന് വ്രതമനുഷ്ഠാനത്തിൽ ആയിരിക്കും. ഹജ്ജ് എന്നത് അറഫ സംഗമം എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ പങ്കെടുക്കുവാനെത്തിയ ഓരോ തീർത്ഥാടകനെയും ഇന്ന് പ്രവിശാലമായ അറഫ മൈതാനിയിൽ നടക്കുന്ന അറഫ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. സൗദി സമയം ഉച്ചയ്ക്ക് 12:30 മണിയോടടുത്താണ് അറഫ സംഗമം. അറഫ അതിർത്തിയിലുള്ള നമ്ര പള്ളിയിൽ നടക്കുന്ന വാർഷിക പ്രഭാഷണത്തിനും നമസ്കാരത്തിനും ശേഷം ഹാജിമാർ അറഫയിൽ സംഗമിക്കും. വാർഷിക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും മക്കയിലെ ഹറം ഇമാമും പ്രഭാഷകനുമായ ഷെയ്ഖ് മഹർ അൽ ജുവൈക്കിലി നേതൃത്വം നൽകും. അറഫ പ്രഭാഷണം വിവിധ ഭാഷകളിൽ മൊഴിമാറ്റം നടത്തും. അറഫ പ്രഭാഷണം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അവസാന കാലത്തെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. അറഫ സംഗമത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഹജ്ജ് ലഭിക്കില്ലെന്നതുകൊണ്ട് ഹജ്ജിനായി സൗദിയിലെത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ അടക്കം മുഴുവൻ തീർത്ഥാടകരെയും അധികൃതർ അറഫയിലെത്തിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള 15 ലക്ഷം തീർത്ഥാടകരടക്കം 20 ലക്ഷത്തിലധികം ഹാജിമാർ അറഫ സംഗമത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ ഹാജിമാരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് ഹജ്ജ് മിഷൻ അറിയിച്ചു. വൻ സുരക്ഷയാണ് ഹജ്ജിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, മക്ക.